1977 ഓഗസ്റ്റ് മാസം അമേരിക്കയിലെ ഒരു വലിയ സ്പേസ് ടെലസ്കോപ്പ് ആകാശത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സാധാരണ ദിവസമായിരുന്നു, പക്ഷേ അപ്രതീക്ഷിതമായി സ്പേസിൽ നിന്നൊരു ശക്തമായ റേഡിയോ സിഗ്നൽ ടെലസ്കോപ്പിൽ പിടിച്ചു. സിഗ്നൽ വളരെ ശക്തം, വളരെ ക്ലിയർ. അതിലും പ്രധാനമായി ഇത് പ്രകൃതിദത്തമെന്ന് തോന്നിയില്ല. കമ്പ്യൂട്ടർ പ്രിൻ്റൗട്ട് കണ്ട സയൻറ്റിസ്റ്റ് ജെറി എഹ്മാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ആ സിഗ്നലിൻ്റെ അടുത്ത് ഒരു വാക്ക് മാത്രം എഴുതിയിരുന്നു: വാവ്. അതിനുശേഷം ലോകം അതിനെ വിളിച്ചത് വാവ് സിഗ്നൽ എന്നാണ്. ആ സിഗ്നൽ വെറും 72 സെക്കൻഡ് മാത്രം നീണ്ടു. പിന്നീട് അത് ഒരിക്കലും വീണ്ടും കണ്ടിട്ടില്ല. സയൻറ്റിസ്റ്റ് വർഷങ്ങളോട് അന്വേഷിച്ചു. സാറ്റലൈറ്റ് എറർ അല്ല, എർത്ത് സിഗ്നൽ അല്ല, നോൺ പ്ലാനറ്റ് ട്രാൻസ്മിഷനും അല്ല. അപ്പോൾ ചോദ്യം, അത് ആരുടേതായിരുന്നു? സെറ്റി റിസർച്ചേഴ്സ് വിശ്വസിച്ചത് ഇത് ഇൻ്റലിജൻ്റ് സിവിലൈസേഷൻ അയച്ച സന്ദേശമായിരിക്കാം. അതായത് ഭൂമിക്ക് പുറത്തുള്ള ബുദ്ധിയുള്ള ജീവികൾ. ഇന്നും മിസ്റ്ററി എന്താണെന്ന് അറിയാമോ? സിഗ്നൽ വന്ന ഡയറക്ഷൻ ഏത് ഭാഗത്തെന്ന് അറിയത്തില്ല. അവയുടെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റാർ സിസ്റ്റവുമുണ്ട്. പക്ഷേ ആ സിഗ്നൽ വീണ്ടും ഒരിക്കലും വന്നില്ല. ഒരു സിഗ്നൽ മെസ്സേജ് മാത്രം. ഒരു ഗ്രീറ്റിംഗ് ആണോ, ഒരു മിസ്റ്റേക്ക് ട്രാൻസ്മിഷൻ ആണോ, അല്ലെങ്കിൽ മനുഷ്യർ ശ്രദ്ധിച്ചോ എന്ന് പരിശോധിച്ച പരീക്ഷണമോ? ഇന്ന് വരെ ആൻസർ ഇല്ല. യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കാൻ ശ്രമിച്ച ആദ്യ നിമിഷമായിരുന്നു അത്, അല്ലെങ്കിൽ നമ്മൾ ഇനിയും മനസ്സിലാക്കാത്ത ഒരു കോസ്മിക് സീക്രട്ട്.